അത്ര രൂക്ഷമായിട്ടുള്ള ഭാഷയും ഇവിടെ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഭാഷയിലാണ് വിനോദ്വാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ തന്നെ അദ്വൈതത്തിനെ ഭക്തിയോടുകൂടി ചേർത്തിട്ടാണ് ഗീത പഠിപ്പിക്കുന്നത്. ഭക്തിയുടെ രാജപാതയിലേക്ക് അധികം കയറുന്നില്ല, തൊട്ടേ പോകുന്നു, ഒരുപാട് അങ്ങ് കയറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ അദ്വൈത വേദാന്തത്തിനെ ഭക്തിയുടെ അരിപ്പയെ കൂടെ ഇറക്കിയിട്ട് ഭക്തിക്കനുസരിച്ചിട്ട് മാത്രമാക്കി എടുത്തിട്ട് ഭക്തിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗണേശ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് രണ്ടും താരതമ്യം ചെയ്ത് പഠിക്കുന്നത് നല്ല രസം. എന്തായാലും നമുക്ക് ഗണേശഗീത എനിക്ക് എൻ്റെ മനസ്സിലൊരു സ്വപ്നമാണ് വള്ളിയൂരിൽ നിന്നത് മലയാളത്തിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്കൊരു പുസ്തകമായിട്ട് ഇറക്കണം. അത് ഇറക്കാൻ എത്രയും പെട്ടെന്ന് വള്ളിയൂരപ്പൻ സാധിക്കട്ടെ, അത് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന. കാരണം അത്രയും ഭക്തിയാണ് ഗണേശഗീത. ശരിക്കും ഗണേശപുരാണം മുഴുവൻ വായിച്ചിട്ട് അതിലെ കഥകൾ എടുത്തിട്ട് ഇടപിരിച്ചെടുക്കുന്നത്